മത്തിക്കറി ഇതാ നല്ല അരപ്പിലൊക്കെ കിടന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരാനായി തുടങ്ങിയിട്ടുണ്ട്. കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ? ഭംഗി ഷിപ്പി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ല നെയ്യുള്ള മത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. വലിയ സൈസുള്ള ഉള്ളിൽ പഞ്ഞൊക്കെ ഉള്ള മത്തിയാണ്. ഞാൻ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല നെയ്യുള്ള മത്തി നമ്മള് കറി വെച്ചെടുക്കാൻ പോകുന്നത് ഉണക്കമുളക് അരച്ചിട്ടാട്ടോ. ഉണക്കമുളക് അരച്ച് കറി വെച്ചൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്കിന്ന് അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ഉണക്കമുളക് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. ഒരു 10-15 മിനിറ്റോളം നന്നായിട്ട് കുതിർന്ന് കിട്ടണം കേട്ടോ മുളക്. അപ്പോഴേ നന്നായിട്ട് അരച്ചെടുക്കാനേ പറ്റുള്ളൂ. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഒരു 3 ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറിയുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതിലേക്ക് വേണ്ടത് കൊടംപുളിയാണ്. കൊടംപുളിയോ പച്ചമാങ്ങയോ ചേർക്കുന്ന കേട്ടോ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടുക. പിന്നെ അതിൽ 3 പുളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കുറച്ച് ഉലുവാപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി, ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി വേണം. പിന്നെ കുറച്ച് ഉലുവ, ചെറുതായി കട്ട് ചെയ്ത് എടുത്ത് ഇഞ്ചി, കുറച്ച് കറിവേപ്പില. അത് നമുക്ക് കറി റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് ഉണക്കമുളക് ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഉണക്കമുളക് ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ചെറു ചൂടുവെള്ളത്തിൽ വേണ്ടത് ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒട്ടും തരിതരിപ്പൊന്നും ഇല്ലാതെ വേണ്ട അരച്ചെടുക്കാനായിട്ട്. കറി റെഡിയാക്കാനായിട്ട് തുടങ്ങാനായിട്ട് മൺചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി നന്നായി ചൂടാകുമ്പോഴേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഉലുവ ചേർത്ത് പൊട്ടിച്ചെടുക്കുക. ഉലുവ പൊട്ടി വരുമ്പോ ഇതിലേക്ക് ചതച്ച് വെച്ച് ചെറിയുള്ളി ഇഞ്ചിയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി ഇതാ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് കേട്ടോ പച്ചമുളക് ചേർക്കാത്തത്. കുറച്ച് എരിവ് കുറഞ്ഞ മുളകാണെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഉള്ളിയിൽ കിടന്നിട്ട് നന്നായിട്ട് വഴഞ്ഞ് നുടഞ്ഞു വരണം. നന്നായിട്ട് വഴഞ്ഞ് നുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉണക്കമുളകില്ല അതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉണക്കമുളകിന്റെ ഒരു ചെറിയൊരു കുത്തലുണ്ടാവും. ആ കുത്തലൊന്ന് പോകണട്ടോ. ഇതില് എണ്ണയിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. ഒരു 5 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൊടംപുളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകാനായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. നല്ല നെയ്യുള്ള മത്തിട്ടുള്ളിലൊക്കെ പഞ്ഞുള്ളത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ കറിക്ക്. ഇങ്ങനെയുള്ള ഈ നെയ്മത്തി നമ്മൾ പൊരിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റ് ഇതുപോലെ ഒന്ന് മുളകിട്ട് കറി വെച്ചെടുക്കുമ്പോഴാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ മുളകിന്റെ ആ ഒരു ഗ്രേവി ഇല്ലേ അത് മീനിന്റെ എല്ലാ വശത്താവുന്ന പോലെ ഒന്ന് ഇളക്കി എടുക്കുക.
ഇത് നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഉണക്കമുളക് അരച്ചത് തന്നെയാട്ടോ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം അടച്ചു വെക്കാനായിട്ട്. മീനൊക്കെ നന്നായിട്ട് വെന്ത് വരാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് അരച്ച് വെച്ച മത്തിക്കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ റെഡിയാക്കി നോക്കാത്തവര് ഒന്ന് റെഡിയാക്കി നോക്കണം. നമ്മൾ സാധാരണ പൊടികൾ ചേർക്കുന്നതിനെക്കാട്ടി ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആട്ടോ. അപ്പൊ ഒന്ന് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലൈക്ക് കമന്റ് ചെയ്യാനും ആരും മറക്കരുത്. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.